പ്രൈസ് അല്ലാഹ്. നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്നു. ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബ്ദമേറിയ പ്രവചന ശബ്ദം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവിക ദൂതുകളിലേക്ക്, ആലോചനകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ദൈവത്തിൽ നിന്ന് ശക്തമേറിയ നിയോഗമുണ്ട്. 121 സങ്കീർത്തനം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഇന്ന് ഈ പ്രവചന ശുശ്രൂഷകളിലേക്ക്, ഈ വിടുതൽ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ വന്നെത്തിച്ചേർന്നിരിക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അനുഗ്രഹം കടന്നു വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ആമേൻ, ദൈവത്തിന്റെ പക്കൽ നിന്നാണ്. എനിക്കറിയാം, ഈ ദൈവശബ്ദത്തിലേക്കും ഈ വിടുതലൻ ശുശ്രൂഷകളിലേക്കും നിങ്ങൾ വന്നെത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾ മനുഷ്യരിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട് വേദനയോടുകൂടി എന്നെ കാണുന്നവരുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവമുഖത്തേക്ക് ഒരുമിച്ചൊന്ന് നോക്കിയാലോ? ആമേൻ, ഹല്ലേലൂയ. ജീവന്റെ ഉറവിടം, അത്ഭുതത്തിന്റെ ഉറവിടം, ദൈവപ്രവർത്തിയുടെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് നമുക്കൊന്ന് നമ്മുടെ മുഖത്ത് നോക്കിയാലോ? പ്രിയ സഹോദര, സഹോദരി, മനുഷ്യരെ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ ലജ്ജിച്ചു പോകും. എന്നാൽ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ആദ്യമൊക്കെ ലജ്ജിക്കുമെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്രോസസ്സിൽ കൂടി നീ കടന്നു പോയിരിക്കാം. പക്ഷെ ദൈവം നിന്നെ ലജ്ജിക്കുവാൻ സമ്മതിക്കുകയില്ല. ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് ഈ ജനം പല വ്യക്തികളിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട്, ആമേൻ, വളരെ വേദനയോടെ, വളരെ പ്രയാസത്തോടുകൂടി എന്നെ നോക്കുന്ന ഈ സമൂഹത്തെ, ഈ ജനത്തെ അങ്ങ് തൊടണമേ, അങ്ങ് തൊടണമേ. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണല്ലോ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. കർത്താവേ, അങ്ങ് സഹായകനായി, അങ്ങ് ഉദ്ധാരകനായി ആ കടത്തിന്റെ മേൽ, ആ രോഗത്തിന്റെ മേൽ, ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ, ആ ഞെരുക്കത്തിന്റെ മേൽ, ആ വിശാലതയില്ലാത്ത അനുഭവങ്ങളുടെ മേൽ അങ്ങയുടെ കരം വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയെങ്കിൽ അങ്ങനെയുള്ള നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത്, അഭിഷേകം നിമിത്തം, അഭിഷേകം നിമിത്തം, പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകുമെന്നാണ്. അങ്ങനെയെങ്കിൽ പിശാച് എന്ന ആധിപത്യം ചുമത്തിയ ആ നുഖങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ആ നുഖങ്ങൾ അഴിയുകയാണ്. ആ രോഗമെന്ന നുഖം അഴിയുന്നു, ആ നിരാശ എന്ന നുഖം അഴിയുന്നു, ആമേൻ, ആ ഞെരുക്കമെന്ന നുഖം അഴിയുന്നു. വലിയ ദൈവപ്രവൃത്തിയെ ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട്
ഞാൻ റിലീസ് ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾക്ക് നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാത്രി 7 മണിക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഫോളോ ചെയ്തോ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. എനിക്ക് തോന്നണ കഴിഞ്ഞ 5 ദിവസമായിട്ട് 5-6 ദിവസമായിട്ട് നമുക്ക് വീഡിയോകൾ ഉണ്ടായിരുന്നില്ല, ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല. ശുശ്രൂഷകളുടെ തിരക്കും അതുപോലെ തന്നെ ഒരു യാത്രയൊക്കെ ആയ കാരണത്താലാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ വിടുതൽ ശുശ്രൂഷകളിലേക്ക് വരുവാൻ പറ്റാതിരുന്നത്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് ആക്റ്റീവായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. 119 സങ്കീർത്തനം അതിന്റെ 45 വാക്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. വചനത്തിനു മാത്രമേ നമ്മളെ വിടുവിക്കാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ ഒരു പ്രവാചകന്റെ പക്കൽ നിന്ന് നിനക്ക് ദൈവശബ്ദം കേൾക്കാം, നിന്നോടുള്ള ആലോചന കേൾക്കാം. എന്നാൽ ആ ആലോചന നിനക്ക് നിവൃത്തീകരണത്തിലേക്ക് വന്നു കാണണമെങ്കിൽ ദൈവവചനത്തെ ആരായുന്ന വ്യക്തിയായിരിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, വചനം വായിക്കുന്ന വ്യക്തിയായിരിക്കണം. കാരണം വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആമേൻ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. വചനമാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ്, വചനമാകുന്ന ക്രിസ്തുവുമായി നിങ്ങൾ സഞ്ചരിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് കുറച്ചു നേരം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത് ഈ വചനത്തെ പറ്റി തന്നെയാണ്. വചനം പറയുമ്പോൾ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഇല്ല വചനത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ നടക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിങ്ങുകൾ, ഈ വിടുതലിൻ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 119 സങ്കീർത്തനം 45 വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ വചനത്തെ ഞാൻ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ആമേൻ. ആ പദം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നിന്റെ വചനത്തെ ഞാൻ ആരായുന്നത് കൊണ്ട്, നിന്റെ വചനത്തെ ഞാൻ അന്വേഷിക്കുന്നത് കൊണ്ട് ഞാൻ ഞെരുക്കത്തിൽ നടക്കുമെന്നല്ല വചനം പറയുന്നത്, ഞാൻ വിശാലതയിൽ നടക്കും. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിശാലതയിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ, ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം ഒരു പദമുണ്ട്: വിത്ത് വന്ന് മുള്ളിന്റെ ഇടയിൽ വീണു എന്ന്. അതെ, മുള്ളിന്റെ ഇടയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇത് കുറച്ചു നാള് കഴിയുമ്പോൾ ഇത് വളരും. പക്ഷെ വളർച്ചകൾക്ക് പരിധികൾ ഉണ്ടാകും. അതിനെ ഞെരുക്കിക്കളയും മുള്ള് എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ പരിധികൾ വെച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കാത്ത രീതിയിൽ ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അവിടെ നിന്ന് അത്ഭുതകരമാകുന്ന ഒരു വിശാലത നിന്റെ ജീവിതത്തിൽ ദൈവം തരും. ഈ വേർഡിനെ ആമേൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവം അത്ഭുതം ചെയ്യുകയാണ്. ഒന്നാമത്, വചനത്തിൽ ഒരു വ്യക്തി ജീവിച്ചു തുടങ്ങിയാൽ, വചനമായൊരു വ്യക്തി നടന്നു തുടങ്ങിയാൽ, വചനത്തെ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ, കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞപ്പോൾ യേശുവിന് അത് ചെയ്യാൻ ഈസിയായി. പക്ഷെ യേശു പറഞ്ഞ ഒരു പദമുണ്ട്:
മനുഷ്യൻ ആമേൻ വെള്ളം കൊണ്ടോ കേവലം ഭക്ഷണങ്ങൾ കൊണ്ടോ മാത്രമല്ല ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വളർച്ചയ്ക്കെതിരെയും നിങ്ങളുടെ ഉന്നമനത്തിനെതിരെയും നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങളുടെ ജീവനെതിരായി നിൽക്കുന്ന മേഖലകളെ യേശുവിന്റെ നാമത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ വചനം അയച്ച് അവൻ അവരെ ശവിക്കുമെന്ന ആക്കിയെന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന വചനത്തിന് ശക്തിയുണ്ട്. എല്ലാ മേഖലകളിലും ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി നിങ്ങൾ അനുഭവിച്ചറിയാൻ വേണ്ടി പോകുകയാണ്. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: ഞാൻ വചനത്തിൽ ജീവിക്കും, വചനത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ വിശാലത കാണും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആ വചനത്തിന്റെ ശക്തി ഇന്ന് തൊട്ട് ആക്റ്റീവാകട്ടെ. ആമേൻ. ഈ വാക്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾക്ക് കാണാം. 1, വചനത്തെ ആരായുക അല്ലെങ്കിൽ സീക്ക് ചെയ്യുക. 2, വചനം. ആമേൻ. 1 അന്വേഷിക്കുക, ആരായുക. 2 വചനം. 3 വിശാലത. ആമേൻ. നീ വചനത്തെ അന്വേഷിച്ചു തുടങ്ങിയ, നീ വചനമായി സഞ്ചരിച്ചു തുടങ്ങിയ, നീ വചനം ഏറ്റു പറഞ്ഞു തുടങ്ങിയ, ആമേൻ, ആ വചനം നിന്റെ ജീവിതത്തിൽ ആക്റ്റീവാകുവാനിടയാകും. ആമേൻ. ഞാൻ പലപ്പോഴും ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പറയാറുള്ള കാര്യമാണ്, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകോ വചനം? അതിൽ നിങ്ങൾ എന്തു പറയുന്നു അതിന്റെ ഫലം നിങ്ങൾ തിന്നുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് ദൈവവചനത്തെ എൻജോയ് ചെയ്യുവാൻ, അതിൽ നിങ്ങൾ ആസ്വദിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരികയാണ്. ഇവിടെ ഇത് വെറും സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല. ദൈവം തന്റെ ജനത്തെ ഇടുങ്ങിയ ജീവിതത്തിൽ നിന്ന് വിശാലമായ ആത്മീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നിന്റെ വചനത്തെ ഞാൻ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ആമേൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്ന ആരായുക എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആഴത്തിൽ അന്വേഷിക്കുക. ആമേൻ. ഉത്സാഹത്തോടുകൂടി വചനത്തെ നോക്കുക, തേടുക, ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയണമെങ്കിൽ, പിതാവിന്റെ ഹൃദയം അറിയണമെങ്കിൽ ഈ വചനത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങണം. നിങ്ങൾക്കറിയാമോ, ദാനിയേല് യിരെമ്യാവിന്റെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോഴാണ് 70 വർഷത്തെ പ്രവാസ ജീവിതത്തെ പറ്റി, സമയപൂർത്തീകരണത്തെ പറ്റി അവന് മനസ്സിലാക്കുവാനിടയായത്. അത് വായിച്ച നാൾ തൊട്ട് പിന്നെ അവൻ ചെയ്തത് ആ പഠനം കൊണ്ട് നിർത്തുകയല്ല ചെയ്തത്. ആ പഠനം കൊണ്ട് അവൻ പ്രാർത്ഥനയിലേക്ക് കയറി. അവൻ ആ പ്രാർത്ഥന ദൈവിക ഇടപെടലുകളെ അവർ കാണുവാനിടയായിത്തുന്നു. ഇന്ന് നിങ്ങളും ഞാനും വചനം പറഞ്ഞ് വചനം വായിച്ചു തുടങ്ങുമ്പോൾ അത് വചനമായി ശേഷിക്കുകയല്ല, ആ വചനമായി നിങ്ങൾ പ്രാർത്ഥനാ റൂമിലേക്ക് കയറണം. ആമേൻ. എങ്ങനെയാണ് പാസ്റ്ററെ വചനമായിട്ട് പ്രാർത്ഥനാ റൂമിലേക്ക് കയറുക? ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ വേർഡ്. ആ വചനത്തെ നിന്റെ വചനമായിട്ട് നീ ഏറ്റെടുക്കണം. ഏത് രോഗാവസ്ഥയിൽ കൂടി നീ കിടക്കുമ്പോഴും ആ വചനത്തെ നീ ഉരുവിടണം, ആ വചനത്തെ നീ പറയണം, ആ വചനത്തിൽ നീ നിലനിൽക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ സിംപ്റ്റം നിങ്ങളുടെ ശരീരത്തിന് എഗനസ്റ്റ് ആയിട്ടായിരിക്കാം നിൽക്കുന്നത്.
എന്നാൽ നീ പറയപ്പെടുന്ന വചനം വിശ്വാസത്തോടുകൂടി നിന്റെ ജീവിതത്തിന്മേൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അവിടെയായിരിക്കും അത്ഭുതം നടക്കുന്നത്. ഇത് പറയുമ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും, എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നു. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ പ്രയറാണ്, ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച ദൈവവചന ശുശ്രൂഷയാണ് നടക്കുന്നത്. ആ സൂം മീറ്റിംഗിൽ പങ്കുചേരുവാനും എന്നെ നേരിട്ട് കാണുവാനും അവിടെ കഴിയുന്നതായിരിക്കും. ആമേൻ. പലപ്പോഴും ദൈവത്തിന്റെ അടുത്ത നീക്കം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് വചനത്തിലൂടെ മാത്രമാണ്. ആമേൻ. അതുകൊണ്ട് വചനത്തിന് വലിയ പ്രധാനമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന്, വചനത്തെ നിങ്ങൾ അറിയണം, വചനത്തിൽ നിങ്ങൾ ജീവിക്കണം. വചനത്തിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിൽ നടക്കുമെന്നാണോ വചനം പറയുന്നത്? നിരാശയിൽ നടക്കുമെന്നാണോ വചനം പറയുന്നത്? ആമേൻ. ആ പദം എനിക്ക് ഇഷ്ടമാണ്, വിശാലത എന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ, വിശാലത. ആമേൻ. ഹല്ലേലൂയ. അതൊരു ആത്മീയ അവസ്ഥയാണ്. വിശാലമായ ഒരു സ്ഥലം എന്നല്ല അതിന്റെ അർത്ഥം. ശത്രുക്കൾ വളയുവാൻ കഴിയാത്ത ഇടം എന്ന് വെച്ചാൽ ഏതു മേഖല നിന്നെ പൂട്ടാൻ വേണ്ടി വന്നാലും, ആരൊക്കെ നിനക്കെതിരെ ചലിച്ചാലും അതിന്റെ മുകളിലായിരിക്കും നിന്റെ സ്ഥാനം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ആമേൻ. ആ കടത്തിന്റെ മുകളിലായിരിക്കും നിന്റെ സ്ഥാനം. ആ രോഗത്തിന്റെ മുകളിലായിരിക്കും നിന്റെ സ്ഥാനം. നിന്നെ ഞെരുക്കുവാനും നിന്നെ കൊല്ലുവാനും കടന്നു വന്ന ആ പ്രതിസന്ധിയുടെ മുകളിലായിരിക്കും നിന്റെ സ്ഥാനം. ചിലരോടുള്ള പ്രവചന ശബ്ദമാണിത്. ആ രാജ്യത്തിലേക്ക് പോകുവാൻ പലതവണ എക്സാം എഴുതിക്കൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. പരാജയപ്പെട്ടു. എന്നാൽ നിന്നോടുള്ള ദൂത് വീണ്ടും പ്രതീക്ഷയോടുകൂടി നീ എക്സാം എഴുതിക്കോ. പരാജയത്തിലല്ല നിന്റെ സ്ഥാനം, വിജയത്തിലായിരിക്കും നിന്റെ സ്ഥാനം. വചനത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിശാലതയിൽ നടക്കും. വിശാലതയ്ക്കെതിരെ നിൽക്കുന്ന സകല മേഖലകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ശത്രുക്കൾ കിണറുകൾ പിടിച്ചെടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവം അവനെ രഹോബത്ത് എന്ന സ്ഥലത്ത് നയിച്ചു. ആമേൻ. ഇപ്പോൾ യഹോവ നമുക്ക് വിശാല സ്ഥലം തന്നിരിക്കുന്നു. ആമേൻ. ഇസഹാക്ക് പറയുന്ന കാര്യമാണ്. ഒരു പരിധി വരെ നിന്നെ ഒതുക്കുവാനും നിന്നെ തകർക്കുവാനും പിശാച് നോക്കിയിരിക്കാം. എന്നാൽ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ ആമേൻ ഒരു ടൈം കഴിയുമ്പോൾ ആമേൻ ഒരു വിത്ത് നിലത്തിട്ടാൽ കുറച്ച് നാളുകൾ മണ്ണിനടിയിൽ കിടക്കും. പലരും പറയും ഇത് മരിച്ചുപോയെന്ന്, ഇത് തീർന്നു പോയെന്ന്. ചിലരുടെ ജീവിതം ഇത് തന്നെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കുറച്ചു നാൾ കഴിയുമ്പോൾ അത് പൂർവാധിക ശക്തിയോടുകൂടെ ആമേൻ മണ്ണുകളെ ഭേദിച്ചുകൊണ്ട് തന്റെ മുകളിൽ കിടക്കുന്ന അനുഭവങ്ങളെ തകർത്തുകൊണ്ട് അത് പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയെ നോക്കിക്കൊണ്ടും ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഈ സീസൺ നിങ്ങൾ പുറത്തു വരുന്ന സീസൺ ആയിരിക്കും. ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. ദൈവം ആദ്യം നിന്റെ ഹൃദയം വിശാലമാക്കും,
പിന്നെ നിന്റെ സാഹചര്യങ്ങൾ വിശാലമാക്കും. ചിലതിന്റെ മേൽ വിശാലത കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആ ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു തൊട്ട് മാറിപ്പോകട്ടെ. നിന്റെ വചനത്തെ ഞാൻ ആരായുന്നത് കൊണ്ട് ഞാൻ ഞെരുക്കത്തിൽ നടക്കയില്ല, ഞാൻ വിശാലതയിൽ നടക്കും. യബ്ബേസ് തന്റെ കുടുംബക്കാർ, തന്റെ ചാർച്ചക്കാർ എന്തിനു പറയുന്നു? തന്റെ മാതാവ് തനിക്കിട്ട പേരെന്താണെന്നറിയാമോ? വ്യസനപുത്രൻ. പക്ഷെ അവന് ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റി അറിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവം എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണം. ഇന്ന് വചനത്തിൽ നടക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ ബൗണ്ടറികൾ പൊളിയും. ആ രാജ്യത്തിന്റെ ബൗണ്ടറികൾ പൊളിയട്ടെ, ആ രോഗത്തിന്റെ ബൗണ്ടറികൾ പൊളിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കളുടെ ഡിവോഴ്സ് എന്ന് പറയുന്ന ആ സാഹചര്യത്തിന്റെ ബൗണ്ടറികൾ പൊളിയട്ടെ. വലിയ സാമ്പത്തിക നഷ്ടം വന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട്, അവരുടെ ജീവിതത്തിന്മേലെ ബൗണ്ടറികൾ പൊളിയട്ടെ. വിശാലത ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുകയാണ്. ഒരു സമ്പത്ത് വരാനുണ്ട് പാസ്റ്റർ, തടഞ്ഞ് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട്. അവരുടെ മേൽ ദൈവികമാകുന്ന വിശാലതയും ദൈവികമാകുന്ന കരവ് ഞാൻ റിലീസ് ചെയ്യുകയാണ്. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അതിന്റെ ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. ആ സ്കിൻ ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയരെ, ഞാൻ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോൾ എന്നറിയപ്പെടുന്നു സുൽത്താൻ പേട്ടിലുള്ള JB റോഡിലുള്ള ജോബീസ് മോളിന്റെ 4ാം നിലയിലുള്ള പ്രൈസ് ദി ലോർഡ് സിൽവർ ഹോളിൽ വെച്ചുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെ നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നത്. ആ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന് വലിയ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവർ വിശാലതയിൽ നടക്കട്ടെ. ഇവർ ദൈവവചനത്തെ ആരായട്ടെ, ദൈവവചനത്തിൽ അന്വേഷിക്കട്ടെ, ദൈവവചനമായി ഇവർ നടക്കട്ടെ. അങ്ങനെ നടക്കുന്നവരുടെ ജീവിതത്തിന്മേൽ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഇവരുടെ സമസ്ത മേഖലകളെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരൊരു അനുഗ്രഹമായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ മീറ്റിംഗുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുകയാണ്, ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ഓൾ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.